ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ ആദർശ് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ദേവയാനിക്ക് വളരെ സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട്, മോളെ നീ എന്തുകൊണ്ടും വിഷമിക്കണ്ട, ആദർശ് നിന്നെ ഇങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ, കൂടെ ഞാനും വരാം എന്നൊക്കെ ദേവയാനി നയനയോട് പറയുകയാണ്. മോളെ ആദർശിന് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും. മോളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും വലിയ സഹായമാണ് മോൾ എനിക്ക് ചെയ്തിട്ടുള്ളത്. ആദർശ് ഇങ്ങനെ ദേഷ്യം കാണിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണക്കാരി ഞാനാണല്ലോ. ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ മോളിങ്ങനെ മിണ്ടാതിരുന്നത്. അതുകൊണ്ട് മോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ മോളുടെ കൂടെ ഞാനും വരും എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ഇതൊക്കെ കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് നയന. എന്നിട്ട് ആദർശ് ഓഫീസിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് നയന ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നയനയെ കണ്ടിട്ട് ആദർശ് മൈൻഡ് ചെയ്യാതെ നേരെ മുറിയിലേക്ക് പോകുകയാണ്. ഇതൊന്നും നയനയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയിരുന്നില്ല. അത് കണ്ടിട്ടാണ് മുത്തശ്ശൻ ഹാളിലേക്ക് ഇറങ്ങി വരുന്നത്. മുത്തശ്ശൻ നേരെ ആദർശിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിങ്ങൾക്കിടയിൽ പറ്റിയത്? നയന അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട്, നീ എന്താ ഒന്നും മിണ്ടാതെ കയറിപ്പോയത്? ഇതൊന്നും ശരിയല്ല കേട്ടോ. നയന ചെയ്ത ത്യാഗങ്ങളൊന്നും നീ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. നിനക്കെന്താ ഇത്ര ദേഷ്യം? നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എനിക്ക് സഹിക്കാനാവാത്ത, എനിക്ക് താങ്ങാനാവാത്ത ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് മുത്തശ്ശ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത്. അവൾ എന്നെ കബളിപ്പിക്കുകയാണോ ചതിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും, നിനക്ക് തോന്നുന്നതാവും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എൻ്റെ തെറ്റിദ്ധാരണ അല്ല മുത്തശ്ശ, ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യം എന്താണെന്ന് മുത്തശ്ശൻ അറിയാവുന്നതല്ലേ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേ മോനെ, നമുക്കെല്ലാവർക്കും ഒരാഗ്രഹമുള്ളൂ, ദേവയാനി നയനയെ അംഗീകരിക്കുക എന്നുള്ളത്. അതെ, ആ നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. പക്ഷേ അമ്മായിയമ്മയും മരുമകളും എന്നേ ഒന്നായി കഴിഞ്ഞു. എന്നിട്ട് എന്നെയും നമ്മളെയൊക്കെ കബളിപ്പിച്ച് നടക്കുകയാണ് അവരെന്ന് പറയുകയാണ് ആദർശ്. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശൻ നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശൻ നീ പറയുന്നത്? അവർ നന്നായെന്നോ? എന്നിട്ട് എന്തിനാ നമ്മളിൽ നിന്ന് ഇത് ഒളിച്ചുപിടിച്ച് വെച്ചത്? എന്തിനാണ് നമ്മളോട് ഒളിപ്പിച്ച് വെക്കുന്നത്? നമ്മളത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ? എന്നിട്ട് ആദർശ് പറയുന്നു, അത് തന്നെയാണ് എൻ്റെയും ദേഷ്യം. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഈ കാര്യത്തിന് വേണ്ടിയല്ല. എന്നിട്ട് അവർ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് നയനയോട് ഇത്രയും ദേഷ്യം ഉണ്ടായത്. നമ്മളെയൊന്നും ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. നമ്മൾ ആരെയും കളിയാക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളിത് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മളോടല്ലേ ആദ്യം പറയേണ്ടത് എന്നൊക്കെ പറയുകയാണ് ആദർശ് മുത്തശ്ശനോട്. എന്നിട്ട് ഈ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ്, എന്തായാലും നയനമോൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ദേവയാനി പറഞ്ഞിട്ടായിരിക്കും അവളങ്ങനെ ഒന്നും പറയാതിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അമ്മ പറയണ്ടെന്ന് പറഞ്ഞാലും അവളത് എന്നോട് പറയേണ്ട കാര്യമല്ലേ? ഞാൻ അവളുടെ ഭർത്താവല്ലേ? അവൾക്കെല്ലാം എന്നോട് തുറന്ന് പറയത്തില്ലായിരുന്നോ? അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാനും തിരിച്ച് അതുപോലെ തന്നെയായിരുന്നു. ഞാൻ സ്നേഹിച്ച് തുടങ്ങിയതിൽ പിന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കാര്യം പറയുമ്പോൾ നയന പറയുന്നു, ഇപ്പോഴും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കുമായിരുന്നു നയന. അവൾ എന്നു മുതലാണ് ഈ കള്ളം പറയാൻ തുടങ്ങിയെന്നും ഇങ്ങനൊരു കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയെന്നും എനിക്കറിയത്തില്ല മുത്തശ്ശ. എന്നെ വളരെ സങ്കടത്തിലാക്കിയിട്ടുണ്ട്. അതെനിക്ക് പൊറുക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ് ആദർശ് മുത്തശ്ശനോട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഇതൊക്കെ മനസ്സിൽ നിന്ന് കള, എന്താ സംഭവിച്ചതെന്ന് മോളോട് ചോദിച്ചാൽ പോരെ? അപ്പോൾ കാര്യം മനസ്സിലാകുമല്ലോ. ഇതൊക്കെ മനസ്സിൽ വെച്ച് അവളോട് വെറുപ്പ് കാണിച്ചുകൊണ്ട് നടന്നാൽ ശരിയാവില്ല. നീ എന്താണെന്ന് കാര്യം തുറന്നു ചോദിക്കുക. അതൊന്നും ശരിയാവില്ല അല്ലെങ്കിൽ. എല്ലാം അവളോട് തുറന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അവൾ എന്നോട് തുറന്ന് പറയുമോ എന്ന് നോക്കട്ടെ മുത്തശ്ശ, അല്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നുള്ളൂ. എന്നാലും അവൾ ചെയ്തത് ചതിയല്ലേ? നമ്മളെ കബളിപ്പിക്കുകയൊക്കെ അല്ലായിരുന്നോ? അങ്ങനെ പറയുന്നുണ്ട് ആദർശ്. എന്തായാലും നയനമോളെ വിഷമിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ തിരിച്ച് പോകുകയാണ്. എല്ലാവരുടെയും അവഗണനയും നയനയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട്, മോളെ ഇനി ഇതിനെക്കുറിച്ച് ഒരു കാര്യവും ആദർശിനോട് നീ പറയണ്ട. മോൾ ഓഫീസിൽ മൈൻഡ് ചെയ്യാതെ പോയ സമയത്തും നിന്നെ കാണുന്നത് ദേഷ്യമാണ് വെറുപ്പാണ് എന്നൊക്കെയല്ലേ അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും നമുക്കിനി ഇവിടെ നിൽക്കേണ്ട, നമുക്കിവിടെ നിന്ന് ഇറങ്ങാം എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ഈ സമയത്ത് നയന പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ഈ ഒറ്റപ്പെടലും സങ്കടമൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല.
ദുസ്വപ്നങ്ങൾ കണ്ട് ഞാൻ എണീക്കുകയാണ് അമ്മ. എനിക്ക് ഇതുവരെ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ആദർശേട്ടൻ എന്നെ സ്നേഹിക്കാതിരുന്ന സമയത്ത് പോലും എനിക്ക് ഇത്രയും വിഷമം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുകയാണ് നയന. അങ്ങനെ നയന രണ്ടും കൽപ്പിച്ച് ബാഗൊക്കെ എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് നയന. ഈ സമയത്ത് ദേവയാനിയും അനന്തപുരിയിലെ പടിയിറങ്ങുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് നെറ്റിത്തെറിച്ച് നിൽക്കുകയാണ് ആദർശ്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശിനോടും ഒക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ സമയത്ത് ആദർശന് മനസ്സിൽ വളരെയധികം വളരെ സങ്കടം തോന്നുന്നുണ്ട്. എങ്കിലും അവരോടുള്ള ദേഷ്യം കൊണ്ട് ആദർശ് അവരെ തടഞ്ഞു നിർത്താനൊന്നും പോയില്ല. പിന്നീട് മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അവരിവിടുന്ന് പോയല്ലേ? എനിക്ക് തോന്നിയിരുന്നു അവർക്ക് ഇവിടുത്തെ എണ്ണയും സങ്കടം ഒന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. ദേവയാനി ആ കൂടെ പോയല്ലോ. ഏതായാലും ഇനി അവർക്ക് വിട്ടുപിരിയാൻ പറ്റത്തില്ല. കാരണം എല്ലാ സത്യങ്ങളും ദേവയാനി അറിഞ്ഞല്ലോ. ഇനി നീ അവളെ അവഗണിച്ചാലും സങ്കടപ്പെടുത്തിയാലും ദേവയാനി അവളെ സങ്കടപ്പെടുത്തില്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ ആദർശിനോട്. എന്നിട്ട് ആദർശ് പറയുവാണ്, എന്ത് മോശമാണ് അമ്മ ചെയ്തത്. വീട് വിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നീ എന്ത് മോശമാണെന്നൊക്കെ പറഞ്ഞാലും അവൾക്കിനി മരുമകളെ സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവളുടെ കാര്യം നോക്കും. അവളുടെ എല്ലാത്തിനും ദേവയാനി കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരിക്കും. കാരണം അവളുടെ ജീവൻ നിലനിൽക്കുന്നവരെ ഇപ്പം ദേവയാനി നയന ചെയ്തത് കൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവളെ പൊന്നുപോലെ നോക്കിയിരിക്കും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ ബൈ ബൈ. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.